ഏവർക്കും PSC മൈൻഡ് ട്രിക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന PSC എക്സാമിൻ്റെ ആൻസർ കീയാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. വൃത്താകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ വ്യാസം 49 മീറ്ററാണ്. മീറ്ററിന് 40 പൈസ നിരക്കിൽ കളിസ്ഥലത്തിന് ചുറ്റും വേലി കിട്ടുന്നതിനുള്ള ചെലവ് എത്ര രൂപയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വൃത്താകൃതിയിലുള്ളൊരു കളിസ്ഥലമാണ്. വൃത്താകൃതിയിലുള്ളൊരു കളിസ്ഥലമാണെന്ന് കൂട്ടിക്കോ. അതിൻ്റെ വ്യാസം തന്നിരിക്കുന്നു. വ്യാസം എന്ന് പറഞ്ഞാൽ ആരത്തിൻ്റെ ഇരട്ടിയാണ്. റേഡിയസിൻ്റെ ഇരട്ടിയാണ് വ്യാസം എന്ന് പറയുന്നത്, ഡയമീറ്റർ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും വ്യാസം D = 49 മീറ്റർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ R = എഴുതാൻ പറ്റും 49/2 എന്ന് എഴുതാം. അറിയാമല്ലോ, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മീറ്ററിന് 40 പൈസ നിരക്കിൽ ഇതിന് ചുറ്റളവ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ചുറ്റുമാണ് നമുക്ക് വേലി കിട്ടുമെന്ന് പറയുന്നത്. ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ വേലി കിട്ടുമ്പോൾ അതിന് ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കണം. ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കാം? വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2πr ആണ്. 2πr ആണെങ്കിൽ ഇവിടെ നമുക്ക് R തന്നിട്ടുണ്ട് 49/2. പിന്നെ പൈയുടെ വാല്യൂ കൊടുക്കുമ്പോൾ ആൻസർ കിട്ടും. 2 × പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 3.14 കൊടുക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ 3.14 അങ്ങനെയുള്ള വാല്യൂ കൊടുക്കുമ്പോൾ കാര്യം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ അറിയാം ദശാംശ രൂപം ഇല്ലാതാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല ഇവിടെ 7ൻ്റെ പട്ടികയാണ് 49 എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് 22/7 കൊടുത്ത് തന്നെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വെട്ടിപ്പോയി നമുക്ക് ദശാംശ രൂപം ഇല്ലാത്തൊരു ആൻസർ കിട്ടും. അതുകൊണ്ടാണ് 22/7 കൊടുക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് നോക്കാം. 22/7 × റേഡിയസ് എത്ര? 49/2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 7ഉം 49 വെട്ടും. ഇവിടെ 7 വന്നിരിക്കും. ഈ 2ഉം വെട്ടും. അതും കളയാം. പിന്നെ 22 × 7 എന്തായിരിക്കും ആൻസർ? 22 × 7 എന്ന് പറയുന്നത് 154 മീറ്റർ ആയിരിക്കും. 154 മീറ്റർ ആയിരിക്കും വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ചുറ്റളവ് മാത്രമേ തന്നിട്ടുള്ളൂ. അതിന് എത്ര രൂപ ചിലവാകുമെന്ന് ചോദിച്ചിട്ടില്ല. 1 മീറ്ററിന് 40 രൂപയാണ്. അങ്ങനെ 154 മീറ്ററിന് എത്ര ആയിരിക്കും? 154നെ 40 കൊണ്ട് ഗുണിക്കുന്നതല്ലേ ആ വൃത്തത്തിൻ്റെ വേലി കിട്ടുന്നതിനുള്ള ചിലവെന്ന് പറയുന്നത്. 154 × 40 എത്ര? 6160 രൂപയായിരിക്കും. ആൻസർ ഓപ്ഷൻ എ, 6660 രൂപ. അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 75 ദിവസത്തിന് ശേഷം ആഴ്ചയിലെ ഏത് ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്? ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ, അതായത് ഒരാഴ്ച നമുക്ക് 7 ദിവസം ഉണ്ടെന്നറിയാം. അതിൽ 75 ദിവസം കഴിയുമ്പോൾ ഉള്ള ആഴ്ചയിലെ ഏത് ദിവസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 75നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ചെയ്യുമ്പോൾ 7 70 ശിഷ്ടം 5. ഈ ശിഷ്ടത്തിലാണ് പ്രാധാന്യം. ശിഷ്ടം എന്ന് പറയുന്നത് 5. അതായത് ഈ തിങ്കളാഴ്ചയുടെ കൂടെ 5 ദിവസം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. തിങ്കളിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ആൻസർ എന്താണ്? ശനിയാണ്. ഓപ്ഷൻ ഡി ശനിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 75 ദിവസത്തിന് ശേഷം ആഴ്ചയിലെ ഏത് ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്? ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ, അതായത് ഒരാഴ്ച നമുക്ക് 7 ദിവസം ഉണ്ടെന്നറിയാം. അതിൽ 75 ദിവസം കഴിയുമ്പോൾ ഉള്ള ആഴ്ചയിലെ ഏത് ദിവസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 75നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ചെയ്യുമ്പോൾ 7 70 ശിഷ്ടം 5. ഈ ശിഷ്ടത്തിലാണ് പ്രാധാന്യം. ശിഷ്ടം എന്ന് പറയുന്നത് 5. അതായത് ഈ തിങ്കളാഴ്ചയുടെ കൂടെ 5 ദിവസം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. തിങ്കളിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ആൻസർ എന്താണ്? ശനിയാണ്. ഓപ്ഷൻ ഡി ശനിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 7 സംഖ്യകളുടെ ശരാശരി 31 39 എന്ന സംഖ്യ കൂടി ചേർത്താൽ 8 സംഖ്യകളുടെ ശരാശരി എത്രയാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7 സംഖ്യകളുടെ ശരാശരി 31. അതായത് 7 സംഖ്യകളുടെ ശരാശരി എത്ര? 31 എഴുതിച്ചിട്ടുണ്ട്. 39 കൂടെ ചേരുമ്പോൾ, അതിൻ്റെ കൂടെ 39 കൂടെ ചേരുമ്പോൾ ഉള്ള 8 സംഖ്യകളുടെ ശരാശരി എത്ര ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇക്വേഷനുണ്ട്. നമ്പർ ഇൻറ്റു ആവറേജ് = നമുക്ക് ടോട്ടൽ കിട്ടും. നമ്പർ ഇൻറ്റു ആവറേജ്. ഇവിടെ എത്ര സംഖ്യകളാണ് തന്നേക്കുന്നത്? 7 സംഖ്യകൾ. 7 സംഖ്യകളുടെ ശരാശരി 31, ആവറേജ് 31. ടോട്ടൽ എത്ര? 31 × 7 എത്ര? 217. അതായിരിക്കും ടോട്ടൽ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ അവർ പറയുന്നത് 39 എന്ന സംഖ്യ കൂടി ചേരുമ്പോൾ 217 കൂടെ ടോട്ടലിന് കൂടെ എത്രയും കൂടെയാണ് ആഡ് ചെയ്യുന്നത് പറയുന്നത്?
9 കൂടെ ആഡ് ചെയ്യുമ്പോൾ 39 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ശരാശരി കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 217 + 39 എന്ന് പറയുന്നത് 256 ആയിരിക്കും. അവിടെ എത്ര സംഖ്യകളാണെന്ന് പറഞ്ഞേക്കുന്നത്? 8 സംഖ്യകളും. 8 ഇൻറ്റു ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ശരാശരി. ആ ശരാശരിയിൽ ഈ ആവറേജ് എന്ന് പറയുന്നത്, അതായത് നമുക്കതിനിവിടെ എക്സ് ആയിട്ട് കൊടുക്കാം. 8 × x = 256 എന്ന രീതി ഫോം കിട്ടി. അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? x = 256 ഡിവൈഡ് ബൈ 8 അല്ലേ? 256/8 എന്ന് പറയുന്നത് ആൻസർ 32 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി 32 ആയിരിക്കും. ഇതൊരു ക്വസ്റ്റ്യനാണ്. 2, 8, 18, 32. അടുത്ത ഏത് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 2ൻ്റെ കൂടെ എത്ര കൂട്ടുന്നതായിരിക്കും? 8 6 കൂട്ടുന്നതായിരിക്കും. 8ൻ്റെ കൂടെ 18 എത്ര ആയിരിക്കും? 10 കൂട്ടുന്നതായിരിക്കും. 8ൻ്റെ കൂടെ 10 കൂട്ടുന്നതായിരിക്കും 18. 18ൻ്റെ കൂടെ എത്ര കൂട്ടുന്നതായിരിക്കും? 32. 14 കൂട്ടുന്നതായിരിക്കും. സ്വാഭാവികമായിട്ട് അടുത്ത എന്ത് കൂട്ടുന്നതായിരിക്കും? 6 4 10, 10 4 14, 14 4 18. 18 വരുന്നതായിരിക്കും. 32 + 18 എന്താണ്? 50 ആണ്. ആൻസർ ഓപ്ഷൻ ഡി 50 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 81 - -4 ഡിവൈഡ് ബൈ 729 - 2 - x = 9 ആണെങ്കിൽ എക്സിൻ്റെ വില കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 81 നമുക്ക് എഴുതാൻ പറ്റും. ഈ 81ഉം 729 എല്ലാം 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ളവയാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 9ന് ഈ 81 നമുക്ക് എഴുതാൻ പറ്റും 9ൻ്റെ സ്ക്വയർ -4 ഡിവൈഡ് ബൈ 729 എങ്ങനെ എഴുതാൻ പറ്റും? 9ൻ്റെ അതായത് 9 × 9 81. 81 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 729 കിട്ടും. അതായത് 9ൻ്റെ ക്യൂബാണ് 729 എന്ന് പറയുന്നത്. 9ൻ്റെ ക്യൂബ് (2 - x = എങ്ങനെ പറ്റും? 9⁴x എന്ന് എഴുതാൻ പറ്റും. ഒരു ഫോമിലുണ്ട് a⁻m ഹോൾ റേസ്റ്റ് n എന്ന് പറയുന്നത് എന്താണ്? a⁻mn ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് അതുപോലെ എഴുതാം. = 9⁴x എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഈ a⁻mn നമുക്ക് എഴുതാൻ പറ്റും 4 × -2 എന്ന് എഴുതിക്കൂടെ? അപ്പം 9⁻8 ഡിവൈഡ് ബൈ ഈ 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 3 × -6 എന്ന് പറഞ്ഞാൽ -3x ആണ്. = ഈ 9⁴x അതുപോലെ എടുത്ത് എഴുതുന്നു. 9⁴x എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ അടുത്ത എങ്ങനെ എഴുതാൻ പറ്റും? a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന് പറയുന്നത് അതിനും വേറൊരു ഫോമുലയുണ്ട്. a⁻m - n ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും a⁻m ഡിവൈഡ് ബൈ a⁻n-നെ a⁻m - n എന്ന ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ -8 9 -8 -6 - 3x = 9⁴x എന്ന് നമുക്ക് എഴുതാം. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഈ നമുക്ക് നോക്കിയാൽ മതി. ഇതെല്ലാം സെയിം ആണ്. ഈ 9 ഇവിടെ ഈ 9 -8ഉം ഈ 9⁻6 എല്ലാം 9 തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് ഈ കൃത്യങ്ങൾ നമുക്ക് ഒഴിവാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ -8 -6 - 3x = 9x എന്ന് എഴുതാൻ പറ്റും. കാര്യം ഇതിനെല്ലാം പവറിനോട് 9ൻ്റെയാണ്. എല്ലാത്തിനും സെയിം ആണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഈ 9 നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാം അതുപോലെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഇവിടെ മൈനസ് കഴിഞ്ഞിട്ട് ഒന്നിലധികം സംഖ്യ വരുന്നതുകൊണ്ട് നമുക്കതിന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. കുഴപ്പമില്ലല്ലോ. ഈ മൈനസിന് നമുക്കിട്ട് അകത്തോട്ടിട്ട് കൊടുക്കാം. അതായത് ഈ -8 എഴുതിയിട്ട് ഈ മൈനസിന് അകത്തോട്ട് കൊടുക്കുമ്പോൾ -6, ഈ മൈനസിന് അകത്തോട്ട് പോകുമ്പോൾ +3x, അതായത് -3x കൂടെ ആകുമ്പോൾ +3x ആവും. = 4x നമുക്ക് എഴുതാൻ പറ്റും. -8 -6 എന്താണ്? -14 ആണ്. -14 എങ്ങനെ എഴുതാൻ പറ്റും? ഈ +3x സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായിരിക്കും? -3x ആയിരിക്കും. അതായത് 4x - 3x എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എഴുതാൻ പറ്റും -14 = 1x എന്ന് എഴുതാൻ പറ്റും. x = -14/1 ആയിരിക്കും. ആൻസർ പറഞ്ഞാൽ -14 ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. +1 പഠിച്ച മാക്സിമം റിലേറ്റ് ചെയ്താണ്. കോൺജുഗേറ്റ് ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. പേടിക്കണ്ട, ചെയ്യാം. ഈ 1/5/1 - √3 എന്തിനോട് ഈക്വൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 5/1
1 - അതായത് ഇതിനെ നമുക്ക് കോൺജുഗേറ്റ് കൊണ്ട് താഴെ മേളിട്ട് ഗുണിക്കാം. അതായത് ഛേദത്തിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് നമുക്ക് അംശത്തിലും ഛേദത്തിലിട്ട് വീണ്ടും ഗുണിക്കാം. അതായത് ഈ 1 - √3യുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 1 + √3 ആണ്. 1 + √3 ആണ്. അതുകൊണ്ട് നമുക്ക് ഛേദത്തിൽ വന്നുകൊണ്ട് നമുക്ക് അതിനായിട്ട് നേരെ അംശത്തിലിട്ട് ഗുണിക്കാം. 1 + √3 എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഈ a - b × a + b എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കൊരു ഫോമിൽ അറിയാം. a - b × a + b എന്ന് പറഞ്ഞാൽ എന്താണ്? a² - b² ആണ്. അതായത് 5 × 1 + √3 / a - b × a + b എന്ന് പറഞ്ഞാൽ a² - b². 1ൻ്റെ സ്ക്വയർ -√3യുടെ സ്ക്വയർ. നേരെ ഒറ്റ സ്റ്റെപ്പ് വേണം ചെയ്യായിരുന്നു. വീണ്ടും ചെയ്യാം. 5 × 1 + √3 / 1ൻ്റെ സ്ക്വയർ 1 തന്നെ. √3യുടെ സ്ക്വയർ എന്താണ്? ഏതൊരു റൂട്ടിനകത്ത് ഇറക്കുന്ന സംഖ്യ സ്ക്വയർ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സംഖ്യ തന്നെ കിട്ടും. അതായത് ഈ √3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. √2ൻ്റെ സ്ക്വയർ എന്തായിരിക്കും? 2 ആയിരിക്കും. √4 എന്ന് പറഞ്ഞാൽ 2. അതൊക്കെ. √5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അത് തന്നെ എടുത്തെഴുതിയാൽ മതി. √5ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെ പറ്റും? ഈ സ്ക്വയറിനും റൂട്ടിനെയും കളഞ്ഞാൽ മാത്രം മതി. ആൻസർ 5 കിട്ടും. അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. √3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. 1 - 3 എന്താ? 2 ആയിരിക്കും. അതായത് 5 × 1 + √3 / 1 - 3 എന്ന് പറഞ്ഞാൽ -2 ആവും. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 രീതി എഴുതാൻ പറ്റും. 5 ഈ -2 മൈനസിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ മേളിൽ പോവും. അതായത് -5/2 × 1 + √3 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ നമുക്കുണ്ടോ നോക്കാം. ഓപ്ഷൻ ബി -5/2 1 + √3 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് നോക്കാം. 7 + 0.7 + 0.007 + 0.0007 എങ്ങനെ നമുക്ക് കൂട്ടി ആൻസർ കിട്ടുമെന്ന് നോക്കാം. ഈ 7 നമുക്ക് എങ്ങനെ പറ്റും? 7.0 എഴുതിക്കൂടെ? ശരിയാണല്ലോ. അതുപോലെ തന്നെ ഈ 0.7 0.7 എന്ന് എഴുതാം. 0.07 എങ്ങനെ പറ്റും? 0.007. അതുപോലെ ലാസ്റ്റത്തെ 0.0007 3 വരുന്നത്. ഇത് കൂട്ടി എഴുതിയാൽ പോരെ? 7 7 0 7.7 ആൻസർ 7.7077 വരുന്ന ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.